പുൽക്കൂടിനുള്ള പുല്ല് പോരായാണോടി? ഇത് മതിയോ? അത് മതി, അത് മതി. ഇപ്പൊ നല്ല രസമുണ്ടല്ലോ, മതി. ചേട്ടാ പണി തീർത്തിട്ടൊന്ന് കട വരെ പോണേ, കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ആടി ഇതിന്റെ പണിയൊന്ന് തീരട്ടെ എന്നിട്ട് പോവാം. ഇത് ഉണ്ണീശോയ്ക്ക് തണുത്തിട്ടാ. നീ ഒരു പുതപ്പെടുത്തിട്ട് വാ, എന്നിട്ട് പുതപ്പിച്ച് കിടത്ത്. അപ്പൊ കിടന്നോളൂ. പോകുന്നുണ്ടല്ലോ. കരോളെല്ലാം കഴിഞ്ഞിട്ട് രാത്രി നമ്മള് പോകുന്നത്. പൊന്നു, ഇത് ആരാ വന്നേക്കുന്ന നോക്കിയേ. ഇത് നോക്കി ഞങ്ങളുടെ പുതിയ പുൽക്കൂട്. നിന്റെ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കിയോ? പുൽക്കൂടിന്റെ പണി കഴിഞ്ഞോ? ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കുമായിരുന്നു. നിന്നെ വിളിക്കാൻ വന്നതാ ഞാന്. അച്ഛ എന്തിയടി നിന്റെ? അച്ഛ വീട്ടിലുണ്ട്, പുൽക്കൂട് ഉണ്ടാക്കുക. ഇവിടുത്തെ പണി കഴിഞ്ഞില്ലേ, ഞാൻ അടുക്കളയിലോട്ട് പോട്ടെ. എനിക്ക് കുറച്ച് പണിയുണ്ട് അടുക്കളയില്. ആടി പൊക്കോ, ഇനി ലൈറ്റും കൂടി ഇട്ടാ മതി. അതിന്റെ പണി നോക്കട്ടെ ഞാന്. അപ്പേ ഞാൻ മിന്നുന്റെ വീട്ടിൽ പൊക്കോട്ടെ, പുൽക്കൂട് കാണാൻ വേണ്ടിയാ. ആ വേഗം പോയി കണ്ടിട്ട് വാ, ഒരുപാട് താമസിക്കല്ലേ. ശരി അപ്പേ, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരും. നിന്റെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഉണ്ടോ? സാന്തായും ഉണ്ട്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ
ആ എടി കരോൾ അപ്പുറത്തെത്തി. കട്ടൻ കാപ്പി എടുത്ത് വെക്കട്ടെ ഞാനിപ്പോ തന്നെ. ഓ വേണ്ടെന്ന്, ഇവിടെ വന്നിട്ട് തീരുവല്ലേ ഇതുകൊണ്ട്. അവരെല്ലാം വന്ന് ഇവിടെ കുറച്ച് കൊട്ടും പാട്ടും എല്ലാം കഴിയുമ്പോഴത്തേക്ക് എടുത്താൽ മതി, സമയമുണ്ടല്ലോ. നീ ഇവിടെ നിൽക്കും.